നമസ്കാരം, ഞാൻ ഡോക്ടർ ഐശ്വര്യ ജോർജ്. ഞാനൊരു സൈക്യാട്രിസ്റ്റും അഡിക്ഷൻ സ്പെഷ്യലിസ്റ്റുമാണ്. ഇപ്പോൾ കോഴിക്കോടുള്ള VPS ലേക്ക് ഷോർ മെഡിക്കൽ സെൻറ്ററിൽ കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റായി ജോലി ചെയ്യുന്നു. ഈ മെസ്സേജ് നമ്മളിന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ കോവിഡ് പാൻഡമിക് നമ്മൾ അതിജീവിച്ചിരിക്കുന്നു. എന്നാൽ നമ്മളിൽ ഒരാൾക്ക് പോലും കോവിഡ് പാൻഡമിക് നമ്മളെ ഒരു രീതിയിലും ബാധിച്ചിട്ടില്ല എന്നുള്ളത് പറയാൻ സാധിക്കില്ല. ഇതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ പലതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ സാമ്പത്തികം ആയിട്ട് വന്ന നഷ്ടങ്ങൾ. അതിൽ നിന്ന് പലർക്കും ഇന്നും 3 വർഷങ്ങൾ പിന്നിട്ടിട്ടും കരകയറാൻ കഴിഞ്ഞിട്ടില്ല. ഇതല്ലാണ്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്കൊക്കെ കുറേ നാളുകൾ നീണ്ട് സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കേണ്ടി വന്നിരുന്നു. അതിൽ വലിയ രീതിയിൽ നമുക്കൊക്കെ ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. പിന്നെ പഠനം നിലനിർത്താൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് വലിയ രീതിയിൽ ടെക്നോളജി യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിൽ പല കുട്ടികൾക്കും പ്രശ്നങ്ങളും പിന്നീട് നമ്മളിപ്പോൾ കണ്ടു തുടങ്ങുന്നുണ്ട്. ഇതല്ലാണ്ട് നമ്മളിൽ പലരും, നമ്മുടെ കുടുംബങ്ങൾ ഒരംഗത്തിനല്ല പലർക്കും രോഗം ബാധിച്ചിട്ടുമുണ്ട്, പലരെയും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ ഈ കാരണങ്ങൾ വെച്ചാൽ നമുക്ക് വരുന്ന മാനസിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചോദിച്ചാൽ, 1 വിഷാദ രോഗം, പിന്നെ 2 പല തരത്തിലുള്ള ഉത്കണ്ഠ രോഗങ്ങൾ. അപ്പോൾ അതിൽ നമ്മൾ ഒബ്സെസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറയും. അതിൻ്റെ ഒരു ടൈപ്പായിട്ട് വരും. നമുക്ക് രോഗാണുക്കളെ വല്ലാണ്ട് അമിതമായി നമുക്ക് ഭയം തോന്നുന്ന രോഗങ്ങൾ ബാധിക്കപ്പെടുമോ എന്നുള്ള ഭയം. പിന്നെ 2ാമത് നമുക്ക് രോഗാവസ്ഥയെ അമിതമായി ഭയം തോന്നുക, ഹൈപ്പോകോൺഡ്രിയാസിസ് എന്ന് പറയും. പിന്നെ സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പല വ്യക്തികളും മദ്യവും വേറെ ലഹരി വസ്തുക്കളോടും അടിമപ്പെടുക. പിന്നെ കോവിഡ് ബാധിച്ചവർക്ക് നീണ്ട സമയത്തോളം ശ്രദ്ധയിൽ മെമ്മറി പ്രശ്നങ്ങൾ, ഇങ്ങനെ പല പ്രശ്നങ്ങൾ അവർ ഇന്നുവരെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത്രയും അസാധാരണമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മളൊക്കെ ജീവിച്ചു വന്നത്. അങ്ങനെ വരുമ്പോൾ ഇപ്പോഴെങ്കിലും നമ്മൾ മാനസികാരോഗ്യത്തിന് ഒരു മുൻഗണന കൊടുത്തേ മതിയാകുള്ളൂ. പിന്നെ സ്ട്രെസ്സ് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു? ഇപ്പോൾ സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ വേണ്ടി അതിനെ ഒരു വഴിയേ ഉള്ളൂ. നമുക്ക് സ്ട്രെസ് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ അതിനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെന്ത് വെച്ചിട്ട് ബാലൻസ് ചെയ്യും? നമ്മൾക്ക് റിലാക്സേഷനും നമ്മൾക്ക് ഒരു സുഖവും നൽകുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ഹോബീസാണ്, ഇതിലൊക്കെ നമ്മൾ ഏർപ്പെടണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായി സമയം മാറ്റി വെക്കണം. പിന്നെ കോപ്പിംഗ് മെക്കാനിസംസ്. അപ്പോൾ ഇങ്ങനത്തെ ഓരോ സ്ട്രെസ്സുകൾ വരുമ്പം ഇതിനെ നമ്മൾ എങ്ങനെ തരണം ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിന് 2 വഴികളുണ്ട്. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള മാർഗങ്ങൾ വേണമെങ്കിൽ സ്വീകരിക്കാം. അപ്പോൾ അതിൽ ഈ പറഞ്ഞ റിലാക്സേഷൻ ടെക്നീക്സ് ഉണ്ടാവും. നമ്മുടെ വേണ്ടപ്പെട്ടവരോട് നമുക്ക് സപ്പോർട്ട് നമുക്ക് തേടാം അവരുടെ അടുത്ത്. അല്ലെങ്കിൽ നമ്മളാൽ കഴിയുന്ന എല്ലാ മാർഗങ്ങളും നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ അടുത്ത് ഹെൽപ്പ് നമുക്ക് തേടാം. ഈ മാർഗങ്ങൾ ട്രൈ ചെയ്യുക. അൺഹെൽത്തി ആയിട്ടുള്ള കോപ്പിംഗ് മെക്കാനിസംസ് അല്ലെങ്കിൽ തരണം ചെയ്യാനുള്ള മാർഗങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത് മദ്യവും വേറെ ലഹരി വസ്തുക്കളും ഉപയോഗിക്കുന്നതാണ്. അങ്ങനത്തെ മാർഗങ്ങൾ നമ്മൾ കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക.